ചെറുപ്പത്തിൽ കൊച്ചിയിലായിരുന്ന സമയത്ത് നാവിൽ കയറി കൂടിയ ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് ഈ ഇറച്ചിക്കറിക്ക്. കൊച്ചി വിട്ടതിന് ശേഷം കഴിഞ്ഞ് 25 കൊല്ലമായിട്ട് ഈ ടേസ്റ്റിൻ്റെ പുറകെയായിരുന്നു. അങ്ങനെ ഫൈനലി കിട്ടുകയും ചെയ്തു. ആ റെസിപ്പി ഞാൻ ഇതപ്പോൾ ഷെയർ ചെയ്തത്. എല്ലും നെയ്യുള്ള ഇറച്ചിയിലോട്ട് കുറേ അധികം ചെറിയുള്ളി ചേർക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ചതച്ചിട്ട് ചേർക്കുന്നതാണ്. ഇതുപോലെ ഗരം മസാലയും പിന്നെ മല്ലിയും പിന്നെ അതിനുശേഷം കുറച്ച് ഗരം മസാല പൊടിയും. പുളിക്ക് വേണ്ടി കുറച്ച് പുളിനാരങ്ങ അല്ലെങ്കിൽ വിനാഗിരി ചേർത്താലും മതിയാവും. അതിനുശേഷം കുരുമുളക് പൊടി ചേർക്കുക, പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷമാണ് മെയിൻ കലാപരിപാടി. നല്ലോണം കൈയിട്ട് നല്ലോണം തിരുമ്മി പിഴിഞ്ഞങ്ങ് എടുക്കുക. ഇത് ടേസ്റ്റ് എൻഹാൻസ് ചെയ്ത് വേറെ ലെവലാക്കുന്നൊരു സാധനം കേട്ടോ. അത് മറന്നുപോയി. കറിവേപ്പില ഇടുക നല്ലോണം. പച്ചിറച്ചിയാണെങ്കിൽ ഈ സമയമാകുമ്പോഴേക്കും നല്ല മണം വരും കേട്ടോ. അപ്പോൾ ഇത് 1 മണിക്കൂർ നേരത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ചേർക്കുക. ഒരു കുറഞ്ഞ അളവിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുക്കറിൽ ഒരു 8 വിസിലടിക്കുക. എത്ര പേരുള്ളൂ ബാച്ചിലേഴ്സിനൊക്കെ ഏറ്റവും എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീഫിൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ് ഇത് സംഭവം. ഈ റെസിപ്പി കിട്ടിയതിന് ശേഷം തന്നെ ഞാനൊരു 2-3 പ്രാവശ്യം ഉണ്ടാക്കി. ഇത് പക്ഷേ പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെക്കാളും കൂടുതൽ അറിയായിരിക്കും. അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നോട് പറയുക. ഞാനിപ്പോൾ ഇത് എന്തായാലും ഒരു ചൂട് പുട്ടിൻ്റെ മുകളിലോട്ട് ഒഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പോണേ. ഇത് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കഴിക്കാൻ പറ്റിയ സംഭവമാണ് മച്ചാൻ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി കഴിക്കുക, അഭിപ്രായങ്ങൾ പറയുക. സൈനിങ് ഓഫ് ഫ്രം ബെസ്റ്റ് ഫുഡ് മച്ചാൻ. Take care.